കർഷക സൗജന്യ വൈദ്യുതി ഗുണഭോക്തൃ സമിതി 4ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് BG വിനോദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MC സുധീർ, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MB മധു, കൃഷി ഓഫീസർ ഇൻചാർജ് TR അഞ്ജന, കുമാരൻ പനച്ചിക്കൽ, ദിവാകരൻ, യൂസഫ് അറക്കൽ എന്നിവർ സംസാരിച്ചു. ഇവിടെ കൃഷി ഓഫീസറടക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. നമ്മുടെ മണലൂർ നിയോജക മണ്ഡലത്തിൽ എന്തായാലും ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ MLA ഒരു കാർഷിക മണ്ഡലമായിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത നിറഞ്ഞിട്ടുള്ള അവസ്ഥകളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുതകുന്ന രീതിയിൽ കൃഷിയുടെ രംഗത്ത് സമൂലമായ ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 7 വ്യത്യസ്ത പദ്ധതികളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കാർബൺ ന്യൂട്രൽ മണലൂർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അത് കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ആ ആശയം മുന്നോട്ട് വയ്ക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വാടനപ്പള്ളിയിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് കർഷകർ ഒക്കെ ഉള്ള നമ്മുടെ നാട് ഇനിയും കാർഷിക മേഖലയിൽ ഒരുപാട് മുന്നേറാനുണ്ട്. പല ആൾക്കാരും കൂടെ ഇപ്പോൾ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ പല കർഷകരും ഈ കാലഘട്ടത്തിനിടയിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തന്നെ നല്ല നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല.